പോവാണ് ഗൈസ്. അഞ്ജലിന്റെ കല്യാണം കഴിഞ്ഞു ഗൈസ്. കണ്ണിമാങ്ങ പെറുക്കി ഗൈസ്. ഈ പെണ്ണ് നാണം കെട്ടി പഞ്ചമാരടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അച്ചാറാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞങ്ങൾ എടുക്കാൻ പോണത് ഒന്ന് കല്യാണത്തിന് പോവാണ്. ഒരേ ഡ്രസ്സാട്ടിക്കണേ. അപ്പോൾ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്തോണ്ടിട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വരാനിട്ടുണ്ട്. അപ്പോൾ ഓളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം അല്ലേ. നാക്കി തിന്നല്ലേ. അപ്പോൾ ഞങ്ങളെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്തോണ്ടിട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ആദ്യമോട്ട് ഇതാ ഇതിൻ്റെ വീഡിയോ ഒക്കെ വരും കേട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും എൻ്റെ പാൻറ്റാണ് ഓൾത് സ്കേർട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ അഞ്ജലിൻ്റെ അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും നമ്മളെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. നമ്മളെ ഫ്രണ്ട് അഞ്ജലിൻ്റെ കല്യാണമാണ്. എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അഞ്ജലി നമ്മൾ നോക്കിയില്ലേ ഗൈസ്. അഞ്ജലിന്റെ കല്യാണം കഴിഞ്ഞു ഗൈസ്. അങ്ങനെ അഞ്ജലി എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ടിൽ പോയി വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറ്റിയില്ല. പിന്നെ കോട്ടൊക്കെ ചൂടിക്കൊടുത്ത് പറഞ്ഞേക്കണമെന്നോ അങ്ങനെയൊക്കെ എന്തോ ആചാരം ഉണ്ട് തോന്നുന്നുണ്ട്. സ്റ്റേജൊക്കെ ശൂന്യം. ഇവിടെ നിന്ന് ആൾക്കാരെ കാണാത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും പോയിന്ന്. അപ്പോൾ എല്ലാവരും ഇവിടെ ഭയങ്കര തിരക്കിലാണ്. ഫുഡ് കഴിക്കാൻ ഭയങ്കര തിരക്കിന്. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. കുട്ടി സദ്യ തിന്നാൻ പോവാണ് ഗൈസ്. ചോറങ്ങ് കിട്ടണം. കീർത്തി കീർത്തിയ ഇതാണ് ഗൈസ് നല്ല കീർത്തി. ഞങ്ങൾ 2-3 വർഷത്തിനൊക്കെ കാണാം. ഞാൻ ചോറിന് കഴിഞ്ഞപ്പോൾ ചോറ് തിന്നിട്ടില്ല. ഈ ഇല ഷിംലല്ല കേട്ടോ. ഷിംല ഇവിടെ അജിമോളത്താണെങ്കിൽ ഫുഡ് കഴിച്ച് കഴിയാത്തതുകൊണ്ട് തന്നെ പായസം കൈക്ക് പിടിച്ചുകാണ്ട് ഞങ്ങളൊരു സ്ഥലം തപ്പി നടക്കുക കേട്ടോ. അവിടെ ഇരുന്നിട്ട് അജിമോൾ പായസം കുടിച്ചത്. അങ്ങനെ ഞാനും ഷിംലയും ഏറെക്കുറെ സൊറൊക്കെ പറഞ്ഞിരിക്കുക. ഷിംലൻ്റെ കുട്ടീനെ കളിപ്പിക്കണു, അജിമോളോട് എന്തൊക്കെയാണ് പറയണു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഭയങ്കര രസമായിരുന്നു. അങ്ങനെ അഞ്ജലി പോയിട്ടോ. പിന്നെ നമ്മളവിടെ നിൽക്കണത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ ഇങ്ങനെ നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നെല്ലിക്ക വാങ്ങാമെന്ന്. അപ്പോൾ ഷിംലക്കും ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും നെല്ലിക്ക വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ കയറി. എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ വാങ്ങൽ നിർബന്ധമായതുകൊണ്ട് തന്നെ അസിമോൾ മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ചൂണ്ടിക്കാണിച്ചത് വേറെ, ഞാൻ ചൂണ്ടിക്കാണിച്ചത് വേറെ. അപ്പോൾ ഞാൻ ഇതാണോ ചോദിച്ചപ്പോൾ ഇതെല്ലാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കോൽമുട്ടായിക്കാണ് ഓൾ പറഞ്ഞത്. അങ്ങനെ ഷിംലൻ്റെ കുട്ടിക്കും ഒരു കോൽമുട്ടായി വാങ്ങിച്ച് പിന്നെ നമ്മൾ നെല്ലിക്ക പാക്ക് ചെയ്യാൻ പറഞ്ഞു. നെല്ലിക്കും പാക്ക് ചെയ്ത് പോവാണ്. കണ്ണിമാങ്ങ പെറുക്കി കഴിച്ച് പെണ്ണ് നാണം കെട്ടി പഞ്ചമാരടി. ഞങ്ങൾ പോവാണ് പറഞ്ഞു. അപ്പോൾ ഗൈസ് ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച മാതിരി അവിടെ പോയി വീഡിയോസ് എടുക്കാനൊന്നും കാറ് കയറിയപ്പോൾ കുറേ ഛർദ്ദിച്ചു. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ കല്യാണം പെട്ടെന്ന് കഴിയണോണ്ട് തന്നെ എന്താ പറയുക, നമ്മൾ പോയതും ഓള് അപ്പം തന്നെ ഇറങ്ങാൻ നിൽക്കായിരുന്നു കേട്ടോ. ജസ്റ്റ് 2 ഫോട്ടോ എടുത്തിട്ട് പോയി. പിന്നെ ഓളില്ലാതെ പിന്നെ കുറേ വീഡിയോ എടുക്കാനൊന്നും തോന്നിയില്ല. പിന്നെ നമ്മളെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓളൊക്കെ വീഡിയോയിൽ കാണിച്ചുകൊണ്ട് പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോരുകയാണ് ചെയ്തത്. അപ്പം നമ്മളിപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങളിനി എന്തെങ്കിലും ജ്യൂസോ ഷേക്കൊക്കെ എന്തെങ്കിലും അടിച്ച് കുടിച്ചിട്ട്
അസിമോൾ ഇതേമാതിരി ആകെ ക്ഷീണിച്ചു. അപ്പം ഇനി ഞങ്ങൾ എന്തെങ്കിലും ജ്യൂസൊക്കെ അടിച്ച് കൊടുക്കട്ടെ അല്ലേ? അപ്പം ചിക്കു ഷേക്ക് അടിച്ചിട്ടാ നമുക്ക്. എന്തായാലും ഞങ്ങൾ അപ്പോൾ ഇനി വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം. കിട്ടുകയാണെങ്കിൽ. ഐസ്ക്രീം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടാക്കി തന്നു കേട്ടോ. ഷിംലെ ഓളെ ഹസ്ബൻഡ് വീട്ടിലേക്ക് കൊണ്ടാക്കി തന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ജ്യൂസൊക്കെ അടിക്കട്ടെ കേട്ടോ. എന്നിട്ട് കാണാം. എവിടെ ഇല്ല കാരണം ചമ്മണം എന്നാലാണ് രസം ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾ ഇനി ചിക്കു ഷേക്ക് അടിച്ചോണ്ടല്ലേ അസിമോളെ? ഏത് അയ്യാ തിന്നാള് വേറണ്ട് എന്ത് സാധനമാണത്? നമ്മളെന്തായാലും ഇത് അടിക്കട്ടെ കേട്ടോ. പാലുണ്ടോ ഫ്രിഡ്ജിൽ നിന്ന് പോയോക്കട്ടെ ആദ്യം. ഇങ്ങനെ തിന്നുണ്ടോന്നൊന്നും അറിയില്ല. എനിക്ക് വേണം നനക്കുക. തൊലി പൊളിച്ചു കാണ്ടല്ലേ തിന്നുക. പാത്രമൊക്കെ തരാം. ഇത് കുടിച്ചിക്കണി ഞാൻ കുടിച്ചോളൂ കേട്ടോ. ഇത് മിൽക്ക് മേഡിന്റെ ടേസ്റ്റ് അല്ല, അങ്ങനെ പറയാ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്. മനസ്സിലായാ? പോയി 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 ആ പോയിക്കണെങ്ക കണ്ടോ? എന്ത് സാധനം കൊടുത്താലും കളി തന്നെ. ഇവിടെ കളിഞ്ഞു. എന്താടി ചിങ്ങനെ എന്ത് മുതൽ കിട്ടിയാലും കളിയാ എന്നെ. എവിടുന്ന വരണ്ടേ? എന്താ വൈകുന്നേരം അസിമോള് കളിച്ചാൻ പോയതാട്ടോ. വീണില്ല. നോക്കട്ടെ. പശ ഒട്ടിച്ചിക്കണോ? എന്താ സ്റ്റിക്കർ പറിച്ചോ? ഇനി കൊടുക്ക ഒളിച്ചടി കളിച്ച വൈകുന്നേരം ആയിക്കോണു ഗൈസ്. അപ്പൊ അസിമോള് കളിക്കാൻ പറ്റാ ചടിക്കാം. അപ്പൊ ഗൈസ് വൈകുന്നേരമായിട്ടോ. കല്യാണമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് കുറച്ചേരൊക്കെ കിടന്നു. പിന്നെ നമ്മൾ പഴയ വേഷത്തേക്ക് തന്നെ മാറിക്കണു. പിന്നെ കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ചു നേരം ഓളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോഴത്തേനും ഓൾക്ക് പോകാനായി. ഞങ്ങൾ ലേറ്റ് ആയതാട്ടോ. ഞങ്ങളെ മാത്രം തെറ്റാണ്. ഞങ്ങൾ ലേറ്റ് ആയതാണ്. ഞങ്ങൾ അങ്ങനെ ലേറ്റ് ആവാൻ പാടില്ലായിരുന്നു. കാരണം ഓരോ കല്യാണമൊക്കെ പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ എന്താ പറയുക, എല്ലാം ഒരുങ്ങി ഇറങ്ങി. പിന്നെ ഫ്രണ്ട് വരാണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഓളെ കുട്ടീനൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേന് ലേറ്റായി. അതുകൊണ്ട് ഒറ്റ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ആ ഫോട്ടോ ആണെങ്കിൽ നന്നായതുമില്ല. അതിലേറെ സങ്കടം. എന്തായാലും ഓളെ കല്യാണം കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല. ഉഷാറായി. നമുക്ക് വീഡിയോ ഫോട്ടോ കിട്ടിയിട്ടില്ലേനു. ഓരോ കല്യാണം കഴിഞ്ഞു. പിന്നെ സദ്യയൊക്കെ അടിപൊളി സദ്യയാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ കുറേ ആയിട്ടോ അങ്ങനെ ഒരു സദ്യ കഴിച്ചിട്ട്. അടിപൊളിയായിരുന്നു. പായസമായാലും ഒക്കെ അടിപൊളിയായിനി. പിന്നെ ഇപ്പം എന്താ അസ്മോളും തന്നെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടേനു. ഉഷാറായിരുന്നു കേട്ടോ. കല്യാണമൊക്കെ ഉഷാറായിരുന്നു. പക്ഷെ കുറച്ച് നേരം നമ്മൾ ഇരുന്നിട്ടുള്ളൂ കേട്ടോ. ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിക്കണ്. അങ്ങനെയൊക്കെ ഇനി അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും ഇൻഷാ അല്ലാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് എനേബിൾ ചെയ്ത് വെക്കുക. അതാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.